തിരുവനന്തപുരത്തെ സന്നദ്ധ സംഘടനകൾ 6 കോടി രൂപ അനന്തകൃഷ്ണന്റെ കമ്പനി അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചുവെന്ന് സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ NGO കോൺഫെഡറേഷൻ. ജില്ലയിലെ 7 സംഘടനകൾ പണം നൽകി. കെ.എൻ. ആനന്ദകുമാറും അനന്തകൃഷ്ണനും നിർദ്ദേശം അനുസരിച്ചാണ് പണം നൽകിയത്. ഇത്തരത്തിൽ 200-ലധികം സംഘടനകൾ പണം നൽകിയിട്ടുണ്ടെന്നും കോൺഫെഡറേഷൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സുലേഖ, ഇതിൽ അനന്തകൃഷ്ണന് പുറമെ ഈ സായിഗ്രാമത്തിൻ്റെ ഡയറക്ടർ അനന്തകുമാർ എന്നയാൾ കൂടി ഈ പ്രതിപട്ടികയിലേക്കും അതോടൊപ്പം തന്നെ ഈ ഇടപാടിലേക്കും കടന്നു വരികയാണ്. എന്തായിരുന്നു ഇവിടുത്തെ ഈ കോൺഫെഡറേഷന് വേണ്ടി പണം പിരിക്കാൻ മുന്നിൽ നിന്നത്? ഈ അനന്തകൃഷ്ണനോടൊപ്പം അനന്തകുമാറുമായിരുന്നോ? അത് തന്നെയാണ് ഈ കോൺഫെഡറേഷന്റെ ആളുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് 7 സംഘടനകളാണ് ഇത്തരത്തിൽ പണം നൽകിയിട്ടുള്ളത്. 6 കോടി അനന്തകൃഷ്ണന്റെ കമ്പനി അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതായിട്ടാണ് ഇത്തരത്തിൽ കോൺഫെഡറേഷൻ കൂട്ടായ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കെ.എൻ. അനന്തകുമാറും അതിനൊപ്പം തന്നെ അനന്തകൃഷ്ണനും നിർദ്ദേശിച്ചനുസരിച്ചാണ് ഇത്തരത്തിൽ പണം അക്കൗണ്ടിലേക്ക് നൽകിയത്. ഇത്തരത്തിൽ 200-ലധികം സംഘടനകൾ ഇത്തരത്തിൽ ഇവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ കോൺഫെഡറേഷന്റെ കൂട്ടായ്മ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഫണ്ട് ആവശ്യപ്പെട്ടത് അനന്തകൃഷ്ണനാണ്. അതിനൊപ്പം തന്നെ സായിഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറും ഈ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക്, പാവപ്പെട്ട കുടുംബത്തിലെ ആളുകൾക്ക് സ്കൂട്ടർ നൽകുന്നതിനും മറ്റ് തയ്യൽ പഠിക്കുന്നതിനും ഒക്കെ തന്നെയായിട്ടാണ് ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് തയ്യൽ മെഷീൻ അടക്കം സ്കൂട്ടർ അടക്കം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഇത് ആളുകളിലേക്ക് ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് ലഭ്യമാക്കാം എന്ന് പറയുമ്പോൾ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അനന്തകൃഷ്ണൻ പണം തന്നില്ലെങ്കിൽ ആനന്ദകുമാർ പണം തങ്ങൾക്ക് തിരികെ നൽകണമെന്നതാണ് ഈ കൂട്ടായ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ 2 പേർക്കുമെതിരെയും പരാതി നൽകും എന്നതുകൂടി ഈ കൂട്ടായ്മ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ 960 സ്കൂട്ടറുകളാണ് ജില്ലയിലെ സംഘടനകൾ പണം അടച്ചിട്ടുള്ളത്. പക്ഷേ ഈ 960 സ്കൂട്ടറുകളും ഇത്തരത്തിൽ ലഭിച്ചിട്ടില്ല എന്നത് കൂടിയുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് തയ്യൽ മെഷീനുകൾ അടക്കം ഇത്തരത്തിൽ പണം നൽകി ഇവർക്ക് ലഭിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം ഒരു സ്കൂട്ടർ ബുക്ക് ചെയ്തപ്പോൾ 2% കമ്മീഷൻ നൽകാമെന്നതാണ് ഇവരെ അറിയിച്ചത്. ഇത്തരത്തിൽ യാതൊന്നും ഇതുവരെയും ഈ അനന്തകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ കോൺഫെഡറേഷന്റെ ആളുകൾ വ്യക്തമാക്കുന്നത്. ശരി, സുലേഖയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.